أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദില അതിൻ്റെ 5, 6, 7 ആയത്തുകളാണ് ഓതി വെച്ചത്. ദൈർഘ്യം കൂടുതലായതുകൊണ്ട് വളരെ കുറഞ്ഞ വിശദീകരണമേ നൽകുന്നുള്ളൂ. എന്നാലും സമയം അധികം എടുക്കുന്നത് കൊണ്ടാണ് ആയത്തുകൾ ചുരുക്കുന്നത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ, തീർച്ചയായും അള്ളാഹുവിനോട് പകവെച്ച് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം എതിർക്കുന്ന ആളുകൾ, വറസൂലഹു, അവൻ്റെ റസൂലിനെയും അവൻ്റെ ദൂതനോടും, കുബിത്തു, അവർ വഷളാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. കമാ കുബിത്തല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളെ വഷളാക്കപ്പെട്ടതുപോലെ, അവർക്ക് മുമ്പുള്ള ആളുകൾ നിന്ദിക്കപ്പെട്ടതുപോലെ. വഖദ് അൻസൽന, തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു, ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയിരിക്കുന്നു. വലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് അദാബും മുഹീൻ, നിന്ദ്യമാക്കപ്പെട്ട ശിക്ഷയുണ്ട്. സത്യനിഷേധികൾക്ക് നിന്ദ്യമാക്കപ്പെട്ട ശിക്ഷയുണ്ട്. യൗമ യുബഅസുഹുമുല്ലാഹു, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. യൗമ യുബഅസുഹുമുല്ലാഹു, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ജമിയൻ, എല്ലാവരെയും. ഫയുനബ്ബിഉഹും, അപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും, ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്, അവരെന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതിനെ പറ്റി അപ്പോൾ അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കും. അഹ്സാഹുല്ലാഹു, അള്ളാഹു അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ചെയ്തികൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വനസൂഹു, അവരാകട്ടെ അത് മറന്നു പോയിട്ടുമുണ്ട്, അവരത് മറന്നിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. അള്ളാഹു എല്ലാറ്റിനും സാക്ഷി നിൽക്കുന്നവനാണ്.
അലം തറ, നീ കണ്ടിട്ടില്ലേ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യഅലമു, തീർച്ചയായും അള്ളാഹുവിന് അറിയാമെന്ന്, മാഫി സമാവാത്തി ഒമാഫിൽ അർദി, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിന് അറിയാമെന്ന് നിനക്കറിയില്ലേ, നീ കണ്ടിട്ടില്ലേ. മാ യക്കൂനു മിൻ നജ്വ, അവർ സ്വകാര്യ സംഭാഷണത്തിലാകുമ്പോൾ, അവർ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ, മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ, മൂന്നാളുകൾ രഹസ്യമായി സംസാരിക്കാൻ നോക്കുക, ഇല്ലാഹുവ റാബിയഹും, അവിടെ നാലാമതായി അള്ളാഹു ഇല്ലാതിരിക്കുകയില്ല, നാലാമതായി അള്ളാഹു തീർച്ചയായും ഉണ്ടാകും. വലാ ഹാമിസത്തിൻ ഇല്ലാഹുവ സാദിസുഹും, ഇനി അവർ 5 പേര് രഹസ്യ സംഭാഷണത്തിലാണ്, സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിൽ, ഇല്ലാഹുവ സാദിസുഹും, ആറാമനായി അള്ളാഹു ഇല്ലാതിരിക്കില്ല. വല അദ്നാമിൻ ദാലിക, ഇനി അതിനേക്കാൾ കുറവാണ് എങ്കിലും, വല അക്സറ, അതിനേക്കാൾ കൂടുതലാണെങ്കിലും, അവർ ഈ 3 മുതൽ 5 വരെയുള്ളതിനേക്കാളും 5 അല്ലെങ്കിൽ 7 ഒക്കെ അങ്ങോട്ട് മേലോട്ട് വരികയാണെങ്കിലും, ഇനി 3-നേക്കാൾ താഴോട്ട് 2, 1 എന്നൊക്കെ താഴോട്ട് ഇങ്ങനെ വരികയാണെങ്കിലും, അതിൻ്റെ അടുത്ത ആളായിട്ട് അള്ളാഹു തീർച്ചയായും അവിടെ ഉണ്ടാവും. വല അക്സറ ഇല്ലാഹുവ മഅഹും ഐനമാ കാനു, ഇനി അവർ എവിടെ വെച്ച് നടത്തിയാലും, ഏത് ഗൂഢസങ്കേതത്തിൽ വെച്ച് നടത്തിയാലും, സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു, പിന്നെ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പിന്നെ എന്തൊക്കെ ചെയ്ത് അവരെന്നുള്ളതിനെ പറ്റി കൃത്യമായി അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാറ്റിനെ പറ്റിയും കൃത്യമായി വിവരമുള്ളവനാണ്, കൃത്യമായി അറിയുന്നവനാണ്. ഇവിടെ അള്ളാഹുവിനോട് ശത്രുത വെച്ച് നടക്കുന്ന, പക വെച്ച് നടക്കുന്ന ഒരു ടീമായിട്ട് മുനാഫിക്കുകളെ, ഉള്ളിൽ വിശ്വാസമില്ലാത്ത, പുറമെ മാത്രം വിശ്വാസം നടിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തും. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അവർ എല്ലാ സമയവും പക വെച്ച് പുലർത്തുന്നു, ഭയങ്കരമായ ശത്രുത. അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകാലങ്ങളിലുള്ള ആളുകളെ, ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയും സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയും ഒക്കെ നശിപ്പിച്ചതുപോലെ അവരെ ഒന്നടങ്കം അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുക തന്നെ ചെയ്യും. പറ്റ സമൂഹത്തിൽ നിന്ന് അവരെ വഷളാക്കി കളയും. എന്നിട്ട് അള്ളാഹു പറയാണ്, വഖദ് അൻസൽന ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർ മാറാൻ തയ്യാറില്ലാത്തതുകൊണ്ട് വലിയ കാഫിരിൻ അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ. അവർക്കൊക്കെ അങ്ങനെ വന്നല്ലോ എന്ന് മനുഷ്യന്മാർക്ക് തോന്നുന്ന രൂപത്തിൽ, അത്രയും മോശമായ രൂപത്തിലുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് കൊടുക്കുന്നു. സത്യവിശ്വാസികളോട് എന്ത് തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈ മുനാഫിക്കുകൾ. അള്ളാഹു അത് കാരണത്താൽ അവരെ നിന്ദ്യരാക്കി മാറ്റി. മറ്റ് വിശ്വാസികളും അതേപോലെ തന്നെ അവരെ നിന്ദ്യരായി തന്നെ കരുതി. കുബിത്തു എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. പ്രവാചകന്മാരുടെ ശത്രുക്കളെയാണ് മുമ്പ് അള്ളാഹു നിന്ദ്യരാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ബോധിപ്പിക്കുന്ന പ്രമാണങ്ങളാണ് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതാണ് ആയാത്തും ബയ്യിനാത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, യൗമ യബ്അസുഹും അല്ലാഹു ജമീഅൻ, അള്ളാഹു എല്ലാവരെയും പുനർജീവിപ്പിക്കും. എന്നിട്ട് ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതൊക്കെ അള്ളാഹുവോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്നത് ചെയ്തില്ലേ, എന്ന് ചെയ്തത് നിങ്ങൾ. പുനർജീവിപ്പിക്കപ്പെടാത്ത ഒരു വിഭാഗവും ഇല്ലല്ലോ. അപ്പോൾ അവരെ എല്ലാം തന്നെ അള്ളാഹു ഒരേ സമയം സമ്മേളിപ്പിക്കുക തന്നെ ചെയ്യും. അവർ ഏത് അർഹിക്കുന്നുവെന്ന് തുടർന്നവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. ഇത് കാലഹരണപ്പെട്ട ചില സംഗതികളൊക്കെ അങ്ങനെ പറയും. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ കാലഹരണപ്പെട്ടു പോയി, അതൊക്കെ മറന്നുപോയി, അതൊന്നും ഇനി ഇല്ല എന്ന് പറയും. പക്ഷേ എല്ലാ കാലവും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഫയുനബ്ബിഹു ബിമാ അമിലു അഹ്സാഹുല്ലാഹ്,
അവർ പ്രവർത്തിച്ചത് അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് അഹ്സാഹുല്ലാഹു, അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി അള്ളാഹു അത് വരച്ചു വെച്ചിട്ടുണ്ട്. അവരാണെങ്കിലോ വനസൂഹു, അവർ മറന്നു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ നമുക്ക് ഓർമ്മയില്ലല്ലോ. നമ്മളതൊക്കെ സൗകര്യപൂർവ്വം മറന്നുപോയി. അത് സാരില്ല, അത് പ്രശ്നമില്ല എന്നുള്ളവരൊന്നും. പക്ഷേ ഏത് ചെറുതും ഏത് വലുതും അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് അള്ളാഹു നമുക്ക് കാണിക്കേണ്ട സമയത്ത് കാണിച്ചു തരുക തന്നെ ചെയ്യും. അതാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. നമ്മളിപ്പോൾ ആരും കാണാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ അങ്ങനെ ആരും കാണാത്ത സ്ഥലമല്ലേ അള്ളാഹു ഇല്ലാതെ, അള്ളാഹു കാണുന്ന സ്ഥലമല്ലാതെ വേറെ ഒന്നില്ല. അത് തന്നെയാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങൾ മുഴുവൻ പരിധി അത്രയാണ്, മുഴുവൻ ആകാശം, അതേപോലെ തന്നെ ഭൂമി, അവിടെ എവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ അള്ളാഹു അറിയും. അതേപോലെ അള്ളാഹു പറയുന്നു, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു റാബിയഹും. ഇനി മൂന്നാൾക്കാർ തമ്മിൽ സംസാരിച്ചു എന്ന് വിചാരിക്കുക, രഹസ്യമായി സംസാരം, ആരും കേൾക്കാതെ, അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഏതോ ആകാശത്തിൻ്റെ മുകളിൽ ഏതോ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് സംസാരിച്ചു വിചാരിക്കുക. പക്ഷേ അവിടെ റാബിയായിട്ട് നാലാമത്തെ ആളായിട്ട് അള്ളാഹു ഉണ്ടാവും. അള്ളാഹിനെ മറച്ചുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്നത്. അതേപോലെ ഇനി അതിനേക്കാൾ കൂടുതൽ 5 പേരാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ 6-മനായിട്ട് അള്ളാഹു ഉണ്ടാവും. താഴെ 3 ആളാണെങ്കിൽ 4-മനായി അള്ളാഹു ഉണ്ടാവും. 2 ആളാണെങ്കിൽ 1 ആളായിട്ട് അള്ളാഹു ഉണ്ടാവും. എങ്ങനെ ചെറുതും വലുതുമായി എത്ര ആളുകൾ തമ്മിൽ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എത്ര സ്വകാര്യമായി സംസാരിച്ചാലും അള്ളാഹു അറിയും, അള്ളാഹു അത് രേഖപ്പെടുത്തും കൃത്യമായി. അത് പിന്നീട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു അത് കൃത്യമായി അള്ളാഹു സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. പിന്നെ ഒന്നുകൂടി പറയുന്ന പോലെ ഐനമാക്കാനു, അവരെവിടെ വെച്ച് ചെയ്താലും ശരി. എണ്ണം മാത്രമല്ല പ്രശ്നം, ഏത് സ്ഥലത്ത് വെച്ചാലും സ്വകാര്യത അങ്ങേറ്റല്ല, ഒരാളും എത്തി നോക്കാൻ കഴിയില്ല എന്ന് പറയുന്ന രഹസ്യ സങ്കേതത്തിലാണെങ്കിലും അള്ളാഹു അത് അറിയുക തന്നെ ചെയ്യും. പിന്നെ അവർ പ്രവർത്തിച്ചത് അള്ളാഹു കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാറ്റിനെ പറ്റിയും അറിവുള്ളവനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ അംറിൻ്റെ മക്കളായ റബിയ, ഹബീബ്, സഫ്വാൻ ഇബ്നു ഉമയ്യ, ഈ 3 ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ രഹസ്യമായിട്ട് യോഗം ചേർന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കപട വിശ്വാസികളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ അവർ ആ വിവരം എന്താണോ ചെയ്തതെന്നുള്ളത് അത് അതിന് മുമ്പ് ആ ചേരുന്ന ആ സമയത്ത് തന്നെ അള്ളാഹു കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം അവർ സംസാരിക്കുന്നു, ഈ 3 ആളും കൂടി രഹസ്യ മീറ്റിങ്ങിൽ സംസാരിക്കും. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, നമ്മൾ ഈ പറയുന്നത് അള്ളാഹു അറിയോ? നമ്മളിങ്ങനെ രഹസ്യം പറയണല്ലോ. അപ്പോൾ അതിൽ രണ്ടാമൻ പറഞ്ഞു, ചിലതൊക്കെ അള്ളാഹു അറിയും, ചിലതൊന്നും അറിയില്ല. നമ്മളെ രഹസ്യ സ്വഭാവം വെച്ചിട്ട് ചിലതൊക്കെ അള്ളാഹു അറിയും, ചിലതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം 3-മൻ പറയുന്നത്, കുറച്ചറിയുന്ന ആളാണെങ്കിൽ എല്ലാം അറിയട്ടോ, അറിയുമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആൾ മുഴുവൻ അറിയും എന്ന് അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ തരത്തിൽ രഹസ്യം പറഞ്ഞുകൊണ്ടും രഹസ്യ സ്വഭാവത്തോടു കൂടിയും റസൂലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആളുകൾ എക്കാലവും ഈ പ്രവാചകൻ കൊണ്ടുവന്ന സത്യദീനിനെ കളവാക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ട് അള്ളാഹു അതിനെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും രക്ഷിക്കട്ടെ. നമുക്ക് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്നും വലിയ വലിയ പരീക്ഷണത്തിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.